തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പാണ്. 25 കോടി രൂപ സമ്മാനം. TH 577825 എന്ന നമ്പറിനാണ്, വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റ് നമ്പറിനാണ് ബമ്പർ അടിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ നമ്പറാണ്. ആ ടിക്കറ്റ് വിറ്റത് വൈറ്റിലയിലാണ്. ആർക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വലിയൊരു ആകാംക്ഷയായി തന്നെ നിൽക്കുന്നത്. ആരാകും കോടീശ്വരൻ, ആരാണ് ആ കോടീശ്വരൻ എന്ന് ഉടൻ തന്നെ അറിയാൻ കഴിയുമെന്നതാണ് തിരുവോണം ബമ്പർ 2025 ഭാഗ്യശാലിയുടെ ടിക്കറ്റ് നമ്പറാണ്. TH 577825. സാന്ത്വനയുണ്ട് വിശദാംശങ്ങളുമായി. ലോട്ടറി ഏജൻസിക്ക് മുൻപിലാണ് സാന്ത്വന ഉള്ളത്. സാന്ത്വന, പറഞ്ഞു വരികയായിരുന്നു, വലിയ പ്രതീക്ഷകളോടെയാണ് ഈ നറുക്കെടുപ്പ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഒന്നാം സമ്മാനം വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിന് എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സാന്ത്വന, ലോട്ടറി ഏജൻസിയുടെ മുന്നിൽ നിന്നുള്ള പ്രതികരണം എന്താണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭഗവതി ഏജൻസിയുടെ തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള അവരുടെ ഹോൾസെയിൽ കടയിലാണ്. ഈ ഭഗവതി ഏജൻസിയുടെ തന്നെ എറണാകുളത്ത് വൈറ്റിലയിലുള്ള ഇവരുടെ ഹോൾസെയിൽ കടയിൽ നിന്നാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് ജില്ലയിലുമാകാം ഈ ഭാഗ്യശാലി എന്നുള്ളതാണ്. എറണാകുളത്താകാം, തിരുവനന്തപുരത്താകാം, അല്ലെങ്കിൽ മറ്റേത് ജില്ലയിൽ വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. ഇപ്പോൾ ഭാഗ്യശാലിയെ കണ്ടെത്തുവാനുള്ള ഒരു തിരക്കിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇനിയിപ്പോൾ കയ്യിലിരിക്കുന്ന സ്വന്തം ടിക്കറ്റൊക്കെ ലൈവ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് തുറന്നു നോക്കാൻ. ഞാനെങ്ങാനും ആണെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് തൽക്കാലം തുറന്നു നോക്കാത്തതാണ്. നേരത്തെ പ്രസാദേട്ടൻ ഒരു ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ കയ്യിൽ കാണിച്ചുകൊണ്ടാണ് ലൈവ്, അല്ലെങ്കിൽ പ്രസാദേട്ടനാണോ എന്ന് അറിയത്തില്ല. മറ്റ് പ്രോത്സാഹന സമ്മാനത്തിൽ ഉൾപ്പെടെ സാന്ത്വനയ്ക്ക് ഒരു പ്രതീക്ഷയില്ലേ? അങ്ങനെ ഞാൻ രാവിലെ മുതൽ പറയായിരുന്നു, എനിക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ ഒരു നെഗറ്റീവ് ആകും, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത് ലൈവൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ ടിക്കറ്റ് ആണോ എന്നൊന്ന് തുറന്നു നോക്കാൻ. നമ്മുടെ ഓഫീസിലൊക്കെ തന്നെ നിരവധി പേര്, ആകെ ഒരു ഒന്നാം സമ്മാനമേ ഉള്ളൂ 25 കോടി എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കാണ് 25 കോടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു 10-25 പേര് നമ്മുടെ ഓഫീസിൽ തന്നെ തിരുവനന്തപുരം ബ്യൂറോയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ജോലി രാജിവെക്കണോ, ജോലി രാജിവെച്ച് കഴിഞ്ഞ് ബിസിനസ് തുടങ്ങണോ, ബിസിനസ് തുടങ്ങുമ്പോൾ ആരെയൊക്കെ ബിസിനസ് ചേർക്കോ നടക്കേണ്ട ആരെയാ ഒന്ന് പറയണ്ടേ, എന്തോരം പ്ലാനിങ്ങുകളാണെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ആ പ്ലാനിംഗ് ഒക്കെ നടത്തിയിരുന്ന ആ ഭാഗ്യശാലി എവിടെയാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ആളുകളൊക്കെ തന്നെ ഇവിടെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ചേട്ടാ, ലോട്ടറി എടുത്തായിരുന്നു? ആ ടിക്കറ്റിനാണോ? അതല്ല, നോക്കിയോ? നോക്കിയാലേ അറിയാൻ പറ്റും. നോക്കിയില്ലേ? ഇവിടെ നിൽക്കാതെ പോയി നോക്കാം. ഞാനോ ഭാഗ്യശാലി ചേട്ടനാണെങ്കിൽ 4 ടിക്കറ്റ്, ഒന്നല്ല 4 ടിക്കറ്റ് എടുത്ത ആളാണ് നിൽക്കുന്നത്. അപ്പൊ ഒന്ന് തുറന്നു നോക്കായിരുന്നു? നോക്കാം, ഇനി വീട്ടിൽ ചെന്നിട്ട് നോക്കാം. വീട്ടിൽ ചെന്നിട്ട് നോക്കാം എന്നാണ് പറയുന്നത്. ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, സമയമായിപ്പോയി. നോക്കിയില്ല, ടിക്കറ്റ് നോക്കണ്ടേ? ഒന്നാം സമ്മാനം കിട്ടിയ ആളെ ഇതുവരെ കണ്ടുപിടിച്ചിട്ട് 5 വീട്ടിൽ തിരുനെൽവേലി ഉണ്ട്. 5 ഉണ്ട്. നമ്പർ ഞാൻ കാണിച്ചില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണം, അവിടെ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. പ്രൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഇതുവരെ കിട്ടില്ല. 5 ടിക്കറ്റ് എടുത്തു, തിരുനെൽവേലി എന്ന് വന്നതാണ്, പക്ഷെ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇത്തവണ 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അത് നോക്കണം, നമ്പരൊക്കെ കയ്യിൽ എഴുതിക്കൊണ്ടാണ് ചേട്ടൻ വന്നിരിക്കുന്നതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ചേട്ടനാണോ ഭാഗ്യശാലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതുവരെ ഭാഗ്യശാലിയെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് നമുക്ക് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഒന്നാം സമ്മാനം ലതീഷ് എന്ന് പറയുന്ന ഏജന്റിനാണ് അടിച്ചിരിക്കുന്നത്. ഏജന്റ് നെട്ടൂർ. പക്ഷെ കസ്റ്റമറെ നമുക്ക് അറിയാൻ പറ്റൂല, ആളെ വിളിച്ചിട്ട് കിട്ടണില്ല. ഒരു മിനിറ്റ്. ഹലോ, ആ ചേട്ടാ, ഒന്നാം സമ്മാനം അടിച്ചു, ഒരു 50 ലക്ഷം അടിച്ചിട്ടുണ്ട്. മറ്റേ അന്ന് 1 കോടി അടിച്ചില്ലേ, നെട്ടൂര്, പുള്ളിക്കാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ. 50 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം 50 ലക്ഷം അടിച്ച ആളിന് തന്നെ വീണ്ടും അടിച്ചു, കാളിരാജ്. അത് വൈറ്റില തന്നെ, അത് തൊട്ട് വൈറ്റില തന്നെ. ഒന്നാം സമ്മാനം അടിച്ച ആള് കഴിഞ്ഞ 2 മാസം മുമ്പ് ഡെയിലി ടിക്കറ്റ് 1 കോടി അടിച്ച ആളാണ് ലതീഷ്. ആ ഏജന്റിനാണ്. ആ കസ്റ്റമർ നമുക്കറിയില്ല. നെട്ടൂര് പുള്ളിയെ വിളിച്ചിട്ട് കിട്ടണില്ല. എറണാകുളത്ത് വിറ്റ ടിക്കറ്റിന് 2 സമ്മാനങ്ങൾ. ഒന്നാം സമ്മാനമായ ഈ 25 കോടി അടിച്ചിട്ടുണ്ട്. നെട്ടൂർ സ്വദേശിയായ ഏജന്റ് വിറ്റ ടിക്കറ്റാണ്. അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല എന്നാണ് ഈ വൈറ്റിലയിലുള്ള ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്ന് പറയുന്നത്. ഇവിടെ അതായത് ഈ ഏജന്റിനെ കുറിച്ച് പറയുന്നതും ഡബിൾ ഭാഗ്യശാലി എന്നല്ലേ? നേരത്തെ 50 ലക്ഷം വിറ്റതും ഇതേ ഏജന്റ് തന്നെ എന്നല്ലേ? ഇക്കുറിയല്ലോ?
ആര്യ 50 ലക്ഷമല്ല, ഡെയിലി ടിക്കറ്റിൽ 1 കോടി അടിച്ച ഏജന്റാണ്. നേരത്തെ 1 കോടി അടിച്ച ഏജന്റാണ് നെട്ടൂർ സ്വദേശിയായ ലതീഷ്. അദ്ദേഹത്തിന് തന്നെയാണ് ഇപ്പോൾ ഓണം ബമ്പറിന്റെ 25 കോടിയും അതേ ഏജന്റിന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചിട്ട് കിട്ടിയോ? ലതീഷ് കിട്ടുന്നില്ല. നല്ലതല്ലേ, വിളിച്ചു നോക്കട്ടെ വിളിച്ചോട്ടെ. ആ ഇറങ്ങിയത് ചേട്ടാ. ഇപ്പോൾ ലതീഷിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്.